Good morning, dear students and parents. Welcome back to Test Europe EduNet. ലിത്വേനിയ എന്ന മനോഹരമായിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ കൺട്രീസിൽ ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസും പേരൻസും ദയവായിട്ട് ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 1, 2025 മുതൽ നിങ്ങളുടെ ക്ലാസ്സസ് തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ഓഗസ്റ്റ് 20-നും 25-നും ഒക്കെ ഇടയ്ക്ക് നിങ്ങൾ ലിത്വേനിയയിലെ LUHS അല്ലെങ്കിൽ ലിത്വേനിയ യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചേരേണ്ടതാണ്. ഡോർമെറ്ററി ഫെസിലിറ്റി അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് വീഡിയോസ് യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂസുമായിട്ടുള്ള വീഡിയോസൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ആപ്ലിക്കേഷൻ നടക്കുന്നത് 2025 ഓട്ടം ഇൻടേക്ക്. ഞാൻ പറഞ്ഞു സെപ്റ്റംബർ 1 ക്ലാസ് തുടങ്ങും. മെയിൻലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ പഠിക്കുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഹെൽത്ത് സൈക്കോളജി ഉണ്ട്, BSc ഹെൽത്ത് സൈക്കോളജി, BSc നഴ്സിംഗ്, BSc ഫിസിയോതെറാപ്പി, ഓഡന്റോളജി തുടങ്ങിയ നിരവധിയായിട്ടുള്ള പ്രോഗ്രാംസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ വ്യത്യാസമാണ്. എന്നിരുന്നാൽ തന്നെയും കോമൺലി പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലിത്വേനിയ യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസസിൽ ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മിനിമം എലിജിബിലിറ്റി ഒരു 63-64% നിങ്ങൾക്ക് +2 തലത്തിലുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ +2ൻ്റെ എക്സാം എഴുതാൻ നിൽക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ചും ഈ ബഹ്റിൻ, GCC കൺട്രീസ്, UAE കൺട്രീസിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരൻസിന് എന്നെ ഡയറക്റ്റ് തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കാരണം ഈവൻ ദോ നിങ്ങളിപ്പോൾ ഇന്ത്യയിലല്ല ജനിച്ചത് എന്നുണ്ടെങ്കിൽ പോലും GCC കൺട്രീസിലാണ്, UAE എങ്കിലും നിങ്ങളുടെ ഒഫീഷ്യൽ കൺസൾട്ടൻ്റാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ത്രൂ ആപ്ലിക്കേഷന് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എലിജിബിലിറ്റി ഞാൻ പറഞ്ഞില്ല, മിനിമം നമുക്കൊരു 63-65% ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നല്ല ലാംഗ്വേജ് പ്രൊഫഷൻസ് ഉണ്ടായിരിക്കണം, മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ സ്റ്റഡി പർപ്പസ് ഹയർ എഡ്യൂക്കേഷൻ ആയിരിക്കണം. അപ്പോൾ പോയ കുട്ടികളെ സംബന്ധിച്ചപ്പോൾ ഇന്നലെ കൂടെ ഞാൻ ഒരു സ്റ്റുഡൻറ്റ് പേരനെയൊക്കെ വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് വളരെ നന്നായിട്ട് ആ കുട്ടികൾ പഠിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ സ്കോളർഷിപ്പ് ആയിട്ടുള്ള എറാസ്മസ് സ്റ്റഡീസിനൊക്കെ അടുത്ത സെമസ്റ്ററിൽ പോകാനായിട്ട് പോവുകയാണ്. അതുകൂടാതെ ഈ നമ്മുടെ ഓരോ സെമസ്റ്ററിലുമുള്ള സ്റ്റഡീസിനൊക്കെ നല്ല മാർക്കുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെയധികം പ്രൗഡ് മൊമെൻ്റാണ് എൻ്റെ സ്റ്റുഡൻസിനെ പറ്റി. തീർച്ചയായിട്ടും ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എസ്പെഷ്യലി ഈ പറയുന്നത് പോലെ മെഡിക്കൽ പ്രോഗ്രാംസാണ്. ഡെൻ്റൽ ഹൈജീന്, ഹെൽത്ത് സൈക്കോളജി, മെഡിക്കൽ ആൻഡ് വെറ്റിനറി ജെനറ്റിക്സ് ഉണ്ട്. BSc നഴ്സിംഗിന് വളരെയധികം സ്റ്റുഡൻസ് പോകുന്നുണ്ട്. ഓക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, MSc മെഡിസിന്, MSc ഓഡന്റോളജി, MSc ഫാർമസി, MSc വെറ്റിനറി മെഡിസിൻ. അപ്പോൾ ഇത്രയും പ്രോഗ്രാംസ് നമുക്ക് ഈ ബാച്ചിലർ തലത്തിലുണ്ട്. അതിൻ്റെ തന്നെ പ്രോഗ്രാംസ് മാസ്റ്റേഴ്സിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് ഹയർ എഡ്യൂക്കേഷൻ നോക്കുന്ന വിദ്യാർത്ഥികളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡെഡ്ലൈന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡെഡ്ലൈൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഡ്ലൈൻ എന്ന് പറയുന്നത് ഈവൻ ദോ ജൂൺ മാസമൊക്കെ ആണ് എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് ഡോക്യുമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യാനും ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനെ യൂണിവേഴ്സിറ്റിയിൽ കോർഡിനേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച് ആൻഡ് ഡു കോൺടാക്ട് മീ ഇൻ ദ ഗിവൺ വാട്സ്ആപ്പ് നമ്പർ. താങ്ക് യു.